സിംബാബ്വെക്കെതിരായ ഇന്ത്യയുടെ 2020 പരമ്പരയിൽ ചില മുതിർന്ന താരങ്ങൾക്ക് അവസരം ലഭിച്ചിരുന്നില്ല. അതിലൊരാളായിരുന്നു മലയാളി താരം സഞ്ജു സാംസൺ. സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്താത്തതിൽ ആരാധകർ നിരാശ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സിംബാബ്വെ പരമ്പരയ്ക്ക് തൊട്ടുമുൻപ് നടന്ന ഇംഗ്ലണ്ടിനെതിരായ 2020 പരമ്പരയിലെ ആദ്യ മത്സരത്തിന് ശേഷം പ്ലേയിങ് 11-ൽ വൈഭവ് സൂര്യവംശിക്ക് അവസരമൊരുക്കാൻ സഞ്ജുവിനെ ഒഴിവാക്കിയിരുന്നു. സിംബാബ്വെക്കെതിരായ ഇന്ത്യയുടെ 2020 പരമ്പരയിൽ ചില മുതിർന്ന താരങ്ങൾക്ക് അവസരം ലഭിച്ചിരുന്നില്ല എന്നതാണ് ഇതിൽ വന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏറ്റവും കൂടുതൽ ആളുകൾ തന്നെ ഈ ഒരു അവസരത്തെപ്പറ്റിയാണ് കൂടുതലും ചോദിച്ചുകൊണ്ടിരുന്നത്. സിംബാബ്വെ പരമ്പരയ്ക്ക് തൊട്ട് മുൻപ് നടന്ന ഇംഗ്ലണ്ടിനെതിരെ 2020 പരമ്പരയിൽ ആദ്യ മത്സരത്തിന് ശേഷം പ്ലേയിങ് 11-ൽ വൈഭവ് സൂര്യവംശിക്ക് അവസരമൊരുക്കാൻ സഞ്ജുവിനെ ഒഴിവാക്കിയിരുന്നുവെന്നതും പറയുന്നുണ്ട്. എന്നാൽ വൈഭവ് തുടർച്ചയായ 3 ഇന്നിംഗ്സുകളിൽ പരാജയപ്പെട്ടതോടെ അഞ്ചാമത്തെയും അവസാനത്തെയും 2020-ൽ സഞ്ജു തിരിച്ചെത്തി. എങ്കിലും സിംബാബ്വെ പര്യടനത്തിലുള്ള ടീമിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നതും എടുത്തുപറയുന്ന ഒരു കാര്യം തന്നെയാണെന്ന് കൂട്ടിച്ചേർക്കാം. റൊട്ടേഷൻ പോളിസിയുടെ ഭാഗമായി സഞ്ജു സാംസൺ സിംബാബ്വെക്കെതിരെ പരമ്പരയിൽ ഇല്ലാതിരുന്നത് മുൻ ഇന്ത്യൻ താരം ദീപ് ദാസ് ഗുപ്ത പറയുകയും ചെയ്തു. അക്ഷർ പട്ടേലിന്റെ അഭാവം ചൂണ്ടിക്കാണിച്ചാണ് അദ്ദേഹത്തിന്റെ ഈ അഭിപ്രായം സിംബാബ്വെ പരമ്പരയിൽ അക്ഷർ പട്ടേലും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്. അദ്ദേഹം ഒരുപക്ഷെ ഇന്ത്യയുടെ 1-ാം നമ്പർ 2020 സ്പിന്നറാണ്. എന്നിട്ടും അദ്ദേഹത്തിന്റെ അഭാവത്തെക്കുറിച്ച് എന്തുകൊണ്ട് ചോദ്യങ്ങൾ ഉയരാത്തത് എന്നും ചോദിക്കുന്നു. ദീപ് ദാസ് ഗുപ്ത തന്റെ യൂട്യൂബ് ചാനലിലൂടെ ചോദിച്ചു. ഇംഗ്ലണ്ടിൽ നടന്ന 5 2020 മത്സരങ്ങളിലും അക്ഷർ കളിച്ചിരുന്നു. മൊത്തം 5 വിക്കറ്റുകളാണ് അദ്ദേഹം വീഴ്ത്തിയത്. 3-ാം മത്സരത്തിൽ 4 വിക്കറ്റ് വീഴ്ത്തുകയും ബാറ്റിംഗിൽ അർദ്ധ സെഞ്ചുറി നേടി തിളങ്ങുകയും ചെയ്തു. നിർഭാഗ്യവശാൽ 2 ഓപ്പണർമാർക്ക് മാത്രമേ കളിക്കാനും കഴിയൂ. അതുകൊണ്ട് സഞ്ജുവിന് വിശ്രമം നൽകിയതോ ടീമിൽ നിന്ന് ഒഴിവാക്കിയതുമല്ല. ലഭ്യമായ 3 ഓപ്പണിംഗ് കോമ്പിനേഷനുകളിൽ ഏതാണ് ഏറ്റവും മികച്ചതെന്ന് കണ്ടെത്താനുള്ളൊരു പരീക്ഷണമായിരുന്നു ഇതെന്നും പറയാം. ശുഭ്മൻ ഗിൽ, സായ് സുദർശൻ, യശസ്വി ജയ്സ്വാൾ, പ്രഭ്സിമൻ സിംഗ്, പ്രിയാൻ ഷാരിയ തുടങ്ങി പരീക്ഷിക്കാത്ത മറ്റ് ഓപ്ഷനുകൾ കൂടിയുണ്ട്. ദീപ് ദാസ് ഗുപ്ത പറഞ്ഞതും എങ്കിൽ ഇംഗ്ലണ്ടിനെ സഞ്ജുവിന് കൂടുതൽ മത്സരങ്ങൾ നൽകണമായിരുന്നുവെന്നും മുൻ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ അഭിപ്രായപ്പെടുകയും ചെയ്തു. ആദ്യത്തെയും അവസാനത്തെയും മത്സരങ്ങളിൽ മാത്രം കളിച്ച സഞ്ജു യഥാക്രമം 5, 27 വീതമാണ് നേടിയത്. ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ സഞ്ജു കൂടുതൽ മത്സരങ്ങൾ കളിക്കണമായിരുന്നു എന്നതും സത്യമാണ്. അടുത്ത വലിയ ടൂർണമെന്റിലേക്ക് പരിഗണനയിലുള്ള 25 മുതൽ 30 വരെയുള്ള കളിക്കാർക്ക് പരമാവധി അവസരങ്ങൾ നൽകേണ്ടത് പ്രധാനമാണ്. ഒരു ടൂർണമെന്റിന് തൊട്ട് മുൻപ് തന്നെ അനുയോജ്യമായ 15-അംഗ ടീമിനെ രൂപീകരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗവും അതാണെന്ന് ദാസ് ഗുപ്ത പറഞ്ഞു നൽകി. അതേസമയം സിംബാബ്വെക്കെതിരെ ലഭിച്ച അവസരം 3 മത്സരങ്ങളിൽ നിന്ന് 2 അർദ്ധ സെഞ്ചുറികൾ നേടി വൈഭവ് സൂര്യവംശി മുതലാക്കി. ടൂർണമെന്റിലാകെ 151 റൺസ് നേടിയ വൈഭവ് അവസാന മത്സരത്തിൽ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരവും പുറമെ പ്ലെയർ ഓഫ് ദ സീരീസ് അവാർഡും സ്വന്തമാക്കി എന്ന് തന്നെയാണ് അറിയുന്ന ഒരു കാര്യം.